നമ്മൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. ഇപ്പം ഞാൻ ഷാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനിരിക്കുമ്പോൾ ഷാനാണ് ഡയറക്ടറെന്ന് ഞാൻ മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അവിടെ അവനാണ് ഡോമിനേറ്റ് ചെയ്യേണ്ട ആൾ. രാകേഷ് ഏട്ടൻ എഴുതാനിരിക്കുമ്പോൾ എഴുത്തുകാരനാണ് മെയിനായിട്ടുള്ള ആൾ. ജോമോൻ ക്യാമറ ചെയ്യാനിരിക്കുമ്പോൾ ജോമോനാണ് മെയിനായിട്ടുള്ള ആൾ. ഒരിക്കലും ജോമോൻ ലൈറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കാറുമില്ല. ജോമോൻ ലൈറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ നമ്മുടെ ആർട്ടിസ്റ്റിനെ വിളിച്ചു കൊണ്ടുപോയിട്ട് റിഹേഴ്സലൊക്കെ ചെയ്യിച്ചു വരും. കാരണം ചില സമയത്തൊക്കെ ആ മൂഡിൽ ഒരു ക്യാമറമാൻ ക്യാപ്ചർ ചെയ്യുന്നത് നമുക്ക് പിന്നെ കിട്ടില്ല. ഈവൻ എക്സ്റ്റീരിയർ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഈ ക്ലൗഡ്സ് വന്ന് മറഞ്ഞു കഴിഞ്ഞാലൊക്കെ സ്കൈൻ്റെ ഭംഗിയൊക്കെ പോകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നല്ല ലൈറ്റിൽ നല്ല ഒരു ടെക്സ്ചറൊക്കെ കിട്ടുന്ന സമയത്ത് അത് ക്യാപ്ചർ ചെയ്യുന്നത് സിനിമാറ്റോഗ്രാഫർക്ക് ആവശ്യമുണ്ടാകും. ആ സമയത്ത് നമ്മൾ ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഈ റിഹേഴ്സ് ചെയ്യിച്ച് സമയം കളയാൻ പാടില്ല. നമുക്കിത് മുമ്പ് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ജോമോൻ ഒരിക്കലും എൻ്റെ ഒരു ഡിലേ കൊണ്ട് ജോമോൻ്റെ വർക്ക് മോശമാകാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ മനഃപൂർവ്വം ശ്രദ്ധിക്കാറുണ്ട്. കാരണം ലൊക്കേഷനെ സംബന്ധിച്ചിടത്തോളം സിനിമാറ്റോഗ്രാഫറാണ് കിങ് എന്നുള്ളത് ഞാൻ മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിനെ ആ രീതിയിൽ റെസ്പെക്റ്റ് ചെയ്താൽ അവർ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് തരും. ഈവൻ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് മിക്സ് ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ ഫുൾ ടൈം പോയിരുന്നിട്ട് ഇവരുടെ അടുത്ത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. നമ്മളെന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മളെക്കാളും അറിയുന്ന ആളുകളല്ലേ അവിടെ ഇരിക്കുന്നത്. അവർക്ക് നമ്മുടെ സിനിമയോട് നമുക്കുള്ളതിനേക്കാളും ഇഷ്ടം ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്നീഷ്യൻസിനെ വിശ്വസിക്കുക, അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അവർ നമ്മളെ സർപ്രൈസ് ചെയ്യും. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഇത്. എനിക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പുറത്തുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. ഞാൻ ഒന്നാമത് എന്താ പറയുക, മോശം കാര്യങ്ങൾ കേൾക്കാതിരിക്കുന്നത് സംതൃപ്തമായ കുടുംബജീവിതത്തിനും നിത്യജീവിതത്തിനും അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെവിയിലേക്ക് എടുക്കാറില്ല. അല്ലാതെ ഞാൻ വിശ്വസിക്കുന്ന ടെക്നീഷ്യൻസും ഡയറക്ടേഴ്സും നമ്മുടെ സുഹൃത്തുക്കളും നമ്മളെ വിമർശിക്കുന്ന ആൾക്കാരും ഒക്കെ അവർക്കൊക്കെ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില വിമർശനങ്ങൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത വർക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ എടുത്തൊരു തീരുമാനമായിരുന്നു. തിര ഒരു ട്രിലോജി ആയിട്ട് 3 ഭാഗങ്ങളുള്ളൊരു സിനിമയായിട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം അത്രയും പറയാനുള്ളൊരു മെറ്റീരിയൽ ഈ സിനിമയിലുണ്ട്. അത് രാകേഷ് ഏട്ടൻ ഒരു ഇനീഷ്യൽ റിസർച്ചിന് ശേഷം വന്നപ്പോൾ തന്നെ ശരിക്കും അത്രയും കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 3 ഭാഗങ്ങളുള്ളൊരു സിനിമയായിട്ട് തന്നെ ഇത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. അല്ലല്ല, ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും. പക്ഷേ തിരയുടെ അതേ ട്രീറ്റ്മെൻറ്റിലുള്ള ഒരു സിനിമ ആയിരിക്കില്ല അത്. ഇതിലുള്ള ക്യാരക്ടേഴ്സ്, ഇതിൻ്റെ കഥയുടെ തുടർച്ച എല്ലാം അതിലുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇതിനേക്കാളും ഭംഗിയായിട്ട്, അതാണ് ഞങ്ങളുടെ ഒരു സ്വപ്നം. ഇത് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതാണ്. പ്രേമിക്കുന്ന സമയത്ത് ലവ് സ്റ്റോറിയും കല്യാണം കഴിഞ്ഞപ്പോൾ ആക്ഷൻ പടവും എന്താ സംഭവിച്ചെന്ന്. എനിക്ക് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു 100,000 പൈങ്കിളി ഒളിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈറ്റ് സിനിമകൾ ഇനിയും ഉണ്ടാവും. ഇങ്ങനൊരു സിനിമ ഈ വഴിക്ക് പോയിന്ന് മാത്രമേ ഉള്ളൂ. വളരെ ലൈറ്റായിട്ടുള്ള ഫീൽ ഗുഡായിട്ടുള്ള സിനിമകൾ ഇനിയും ഉണ്ടാവും. ആ രീതിയിൽ തന്നെയാണ് എൻ്റെ ലൈഫും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ടെൻഷൻ ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ അടുത്ത് മാത്രമേ എക്സ്പ്രസ് ചെയ്യാറുള്ളൂ. ദിവ്യയുടെ അടുത്ത് മാത്രമേ എക്സ്പ്രസ് ചെയ്യാറുള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയലൈസേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാനുള്ളതാണ്. അതെവിടെയും നിൽക്കാൻ പാടില്ല. പ്രതികൂല സാഹചര്യങ്ങൾ വരും, പടങ്ങൾ പരാജയപ്പെടും, നമ്മുടെ കാൽക്കുലേഷൻ തെറ്റും. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ ഷാറ്റേഡ് ആവുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള ലൈഫിനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ ദിവ്യയുടെ ഒരു ഇൻസ്പിറേഷനും കൂടെ ഉണ്ടാവും ഇതിൽ. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ഭയങ്കര സ്ട്രെങ്ത്ത് എന്നല്ല, ചെറുതായിട്ടൊരു സ്ട്രെങ്ത്ത് ഉണ്ട്. അതായത് ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നൊരു കാര്യമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. തിര പോലെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് എന്നുള്ളൊരു കാര്യം. ഇതൊരു ഫാമിലി ബിസിനസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല രാഷേട്ടാ. എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അടുത്ത സിനിമയിൽ ഇപ്പോൾ ഇതിന്ന് മാറിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും മാത്രമേ ഉള്ളൂ എൻ്റെ ആലോചന. അത്രയ്ക്ക് സിമ്പിളാണ്. അല്ലാതെ ആരുടെ കൂടെ
എന്നുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഈവൻ ധ്യാനാണെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ സിനിമകളിൽ ധ്യാൻ അഭിനയിക്കില്ല എന്തായാലും. അങ്ങനെയുള്ള ആഗ്രഹം എനിക്കുമില്ല, അവനുമില്ല. അവൻ പുറത്തു പോയി വർക്ക് ചെയ്യട്ടെ. അച്ഛൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അച്ഛനുമായിട്ട് ഇപ്പോൾ ഞാൻ എപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അച്ഛനുമായിട്ട് ഒരു ഡിസ്കഷൻ എനിക്ക് ഫ്രീ ആയിട്ട് നടക്കുമോ, ഇപ്പോൾ ഷാനുമായിട്ടും ജോമോനുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എനിക്കൊരിക്കലും അച്ഛനുമായിട്ട് ഉണ്ടാവാൻ പറ്റില്ല. കാരണം അച്ഛനാണ് അല്ലേ. ആ ഒരു ബഹുമാനത്തോടു കൂടി, ആ ഒരു ഇൻഹിബിഷനോട് കൂടിയിട്ട് എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അച്ഛനുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. അതിൽ വേണമെങ്കിൽ എനിക്ക് അഭിനയിക്കാം.